നമസ്കാരം. നമ്മൾ ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കി വഴറ്റുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. മൂന്ന് മിനിറ്റ് നേരം നന്നായി വഴറ്റിയപ്പോൾ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ മസാലയെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെമ്മീൻ കറിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം.
തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 തൊട്ട് 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ ചേർത്ത ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ ചെമ്മീൻ കറി റെഡി.